നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദിന്റെ മരണം സഹപ്രവർത്തകർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനാകുന്നില്ല. വേദനയോടെയാണ് ഓരോരുത്തരും ആയിരിക്കുന്നത്. നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുന്നത്? ശ്യാമിന്റെ ഈ ചോദ്യം വെസ്റ്റ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രശാന്ത് കുമാറിന്റെ ഉള്ളിൽ ഒരു വിങ്ങലായി ഈ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ശ്യാം പ്രസാദിന്റെ ഉറ്റ സുഹൃത്ത് അടുത്ത കാലത്ത് മരിച്ചിരുന്നു. സുഹൃത്തിന്റെ വേർപാട് ശ്യാമിന് നൽകിയ വേദന വലുതായിരുന്നു. പ്രശാന്ത് കുമാറാണ് അപ്പോൾ ശ്യാമിനെ ആശ്വസിപ്പിച്ചതും അണച്ചതും. നമ്മളിൽ ആരാണ് സാർ ആദ്യം മരിക്കുകയെന്ന് ശ്യാം പ്രസാദ് അപ്പോഴാണ് പ്രശാന്ത് കുമാറിനോട് ചോദിച്ചത്. ഞാൻ മരിച്ചാൽ സാറിന് വാട്സാപ്പിൽ ഹായ് അയക്കുമെന്നും മറുപടി തരണമെന്നും ശ്യാം പറഞ്ഞപ്പോൾ മരണം ദൈവമാണ് തീരുമാനിക്കുന്നതെന്നും ആരാണ് ആദ്യം മരിക്കുകയെന്ന് പറയാൻ പറ്റില്ല എന്നും പ്രശാന്ത് കുമാർ മറുപടി നൽകി ആ സംസാരം അവസാനിപ്പിച്ചു. ആ വാക്കുകൾ ഇപ്പോൾ അറം പറ്റിയിരിക്കുകയാണ്. നാളെ ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ലെന്നും പകരം മറ്റൊരാളാണ് എത്തുകയെന്നും പറഞ്ഞാണ് ശ്യാം സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് പോയത്. പ്രശാന്ത് കുമാറും ശ്യാം പ്രസാദും ഗവർണറുടെ സുരക്ഷാ ഡ്യൂട്ടിക്കായി ഇല്ലിക്കലിൽ എത്തിയിരുന്നു. ഇല്ലിക്കൽ മൈതാനം കണ്ടപ്പോൾ തനിക്ക് അവിടെ മറക്കാനാവില്ല, KSRTC ബസ് കണ്ടക്ടറായി ജോലി കിട്ടാനുള്ള ടെസ്റ്റ് ഇവിടെയാണ് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ശ്യാം നേരത്തെ KSRTC കണ്ടക്ടറായിരുന്നു. പിന്നീടാണ് പോലീസ് ഡ്രൈവറായി ജോലി കിട്ടിയത്. ശ്യാം ഒരിക്കലും തന്റെ ഡ്രൈവറായിരുന്നില്ല, ഉറ്റ സുഹൃത്തായിരുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രശാന്ത് പറയുന്നത്. തന്റെ കുട്ടികൾ ശ്യാമിനെ അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. അവരെ ഞാൻ മരണ വാർത്ത അറിയിച്ചിട്ടില്ല. അവന്റെ മൊബൈൽ നമ്പർ ഒരിക്കലും ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. ശ്യാം ഒരു പക്ഷേ എന്നെ വിളിച്ചേക്കും എന്ന പ്രതീക്ഷയോടെയാണ് പ്രശാന്ത് കുമാർ ആയിരിക്കുന്നത്. വളരെ വേദനാജനകമായി സഹപ്രവർത്തകർക്കൊക്കെ വലിയൊരു വേദന തന്നെയാണ് ശ്യാമിന്റെ മരണം ഉണ്ടാക്കിയിരിക്കുന്നത്. തട്ടുകടയിലുണ്ടായ സംഘർഷത്തിനൊടുവിലാണ് ഈ പ്രതി പോലീസിനെ ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അതിക്രൂരമായ കൊലപാതകമായിരുന്നു കോട്ടയത്ത് അരങ്ങേറിയത്.